ഞാൻ പറയാൻ പോണ കഥയുടെ പേര് ആമയും മൊയിലും. ഞാനിരിക്കുന്നത് കല്ലുമല റാട്ടക്കൊല്ലി എന്ന സ്ഥലത്ത് കോളനിയിൽ ഞാൻ ഇരിക്കുന്നത്. അപ്പൊ ഈ കഥ ഒരുപാട് കഥ നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് കുറേ കഥ ഉണ്ടായിരുന്നു. ആ കഥയൊക്കെ പറഞ്ഞു ഇപ്പൊ ഈ ഒരു കഥ കൂടി മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനുണ്ട്. അത് പറഞ്ഞുതരാം. മക്കളെ നിങ്ങൾ കഥ കേട്ടുപോയി. പണ്ട് നമ്മുടെ കാട്ടിലുള്ള ഈ മൊയിലും ആമയും എപ്പം നോക്കിയാലും ഒരു കച്ചറാണ്. അങ്ങനെ കച്ചറ കൂടി ലാസ്റ്റ് നോക്കുമ്പോൾ ഒരു പദ്ധായം വെക്കും. ഏത് ആമയും മൊയിലും കൂടി പദ്ധായം വെക്കും. പദ്ധായം വെച്ചിട്ട് ആമ പറഞ്ഞു കൊടുക്കൂ, മൊയിൽ ആമടുത്ത് പറയൂ, നമുക്ക് രണ്ടാക്കും ഓട്ട മത്സരം വെക്കാൻ. അങ്ങനെ എന്നാൽ അപ്പം ആമ മൊയിൽ അറിയൂ, എന്നാൽ പിന്നെ ശരി നമുക്ക് അങ്ങനെ എന്നാൽ പാഞ്ഞിട്ട് ആമ ആരെ ജയിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആമ പറയൂ, ഞാൻ നിന്നെക്കാട്ടി മുന്നിലെത്തണം അറിയും, ഞാൻ മുന്നിലെത്തുകയാണ് അറിയാം. അപ്പോൾ മൊയിലറിയില്ല, നിന്നെക്കാട്ടി മുന്നിൽ ഞാനെത്തും, എന്നാൽ പിന്നെ നമുക്കൊന്ന് കാണണേ. അങ്ങനെ പറഞ്ഞിട്ട് ആമയും മൊയിലും കൂടെ എന്താക്കൂ, ഒരു മരത്തിൻ്റെ അവിടെ പോയി കഴിഞ്ഞിട്ട് ഒരു വര വരച്ചിട്ട് പറയും, ഞാൻ ഇവിടെ നമ്മൾ രണ്ടാൾ നിന്നിട്ട് പായണു, എനിക്ക് ഒരു വൈക്കൂടെ പായണു, ഞാൻ വയ്ക്കുന്നു. നമ്മൾ ഈ വരയുടെ അവിടെ ആദ്യം ആരെത്തുന്നതോ ഇത് ജയിക്കുള്ളൂ. അങ്ങനെ പറഞ്ഞു കണ്ടിട്ട് ഒരു പാടിയുടെ നിൽക്കുവാറ്. അപ്പം ഇതിന് സാക്ഷി ആരും ഇല്ലല്ലോ. അപ്പോൾ സാക്ഷിന്ന് പറഞ്ഞത് നമുക്ക് നമ്മുടെ കാട് മാലി തന്നെ നമ്മുടെ സാക്ഷി സത്യസന്ധമായിട്ട് നമുക്ക് ചെയ്യാൻ തോന്നും. അങ്ങനെ ഒരു സംബന്ധിച്ചിട്ട് പാഞ്ഞ് ആ മൊയിൽ മുന്നിൽ പോവുകയും ചെയ്യും, പുറകിൽ ആമയും പോവും. ആമ പാഞ്ഞ് ആമക്ക് നടന്നിട്ട് എത്തില്ല. അവസാനം എന്താക്കൂ, മൊയിൽ എന്താക്കും, ആമ നടന്ന് മാറ്റി അത് വരെ നാനട്ട് ഇതാ തണല് ഓടിത്തിന്ന റങ്ക്ലാട്ട്. അങ്ങനെ പറഞ്ഞു കേട്ടി ആമ ഇതാ മൊയിലാടെ റങ്ങി ജയിപ്പോയേ. അപ്പോൾ കേട്ടോ ആമ ഏഞ്ഞ് മെല്ലെ ഇതിങ്ങനെ മെല്ലെ മാറത് വന്ന് നോക്കുമ്പോൾ മൊയിൽ റങ്ങിയുള്ള നടക്കുന്നത്. മെല്ലെ മൊയിലാണ് കാട്ട് ആമ എന്താക്കി മെല്ലെ ഏഞ്ഞ് പോയി കഴിഞ്ഞിട്ട് വരവെടുത്ത് ആമ എത്തി. ആടെ എത്തിയിട്ട് ആമ പറഞ്ഞ് ഞാൻ ജയിച്ചെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ മൊയിൽ കണ്ണൂർ നോക്കുമ്പോൾ ആമ വരിയുടെ അടുത്തെത്തിയോ. അങ്ങനെ ആ കഥ ആ രണ്ടാൾ കൂടെ അവിടെ എത്തി ചെയ്തു. അങ്ങനെ ആമ ജയിച്ച് ചെയ്തു, മൊയിൽ തോറ്റ് ചെയ്തു. അങ്ങനെ മൊയിൽ എന്താക്കി, മൊയിൽ ഈ പിന്നെ നാണം കെട്ട് തലി കുത്തിട്ട് മൊയിൽ ആണ് പോവുകയും ചെയ്യും. ഇത് ആമയുടെ മൊയിലിൻ്റെ കഥ.